ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പേട എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. അതായത് 200 ഗ്രാം പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ പാൽ തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. പാൽ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പാൽപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടി നന്നായി കട്ട പിടിച്ച് പോവും. അതുകൊണ്ട് പാൽ ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒഴിച്ച പാൽ ഇത്തിരി നല്ല ചൂട് വന്ന കാരണം ഇത് കട്ട പിടിച്ചത്. അപ്പോൾ അഥവാ കട്ട പിടിച്ച് പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് വരുമ്പോൾ ഇത് ലൂസായി വന്നോളും. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിതിലേക്ക് ഇത് കട്ട പിടിച്ച് പോയത് കൊണ്ട് 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പാൽ അധികം ചൂടാവുന്നതിന് മുന്നേ തന്നെ പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട പിടിക്കാതെ കിട്ടും. അഥവാ കട്ട പിടിച്ച് പോവുകയാണെങ്കിൽ ഈ സമയത്ത് 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇത് ലൂസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായി ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്ത് വരുമ്പോഴേക്കും ഇതിൽ കാണുന്ന ആ കട്ടകളൊക്കെ തന്നെ നന്നായിട്ട് പോയിട്ടുണ്ടാവും. ഇത് ചെറുതായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇപ്പോൾ ഇതിവിടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പെട്ടെന്ന് ചൂടാറാനായിട്ട് ഞാനൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവിയതിന് ശേഷം കുറച്ച് നമുക്കിതെടുത്തിട്ട് നന്നായി ഒന്ന് ഉരുട്ടി കൊടുക്കുക. അപ്പോൾ നന്നായി ഉരുട്ടി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നടുക്കിലൊന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, നല്ലൊരു ഷേപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പിസ്തയോ ബദാമോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായി ചൂടാറി വരുമ്പോഴേക്കും ഒന്നും കൂടി നന്നായി ഉറച്ചിട്ടുണ്ടാവും. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ പേട തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.